നമസ്കാരം. വണ്ടൂരിനടുത്ത് നടുവത്ത് നിപ്പ ബാധിച്ച് മരിച്ച 24-കാരൻ്റെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. സെപ്റ്റംബർ 9 തിങ്കളാഴ്ച മരിച്ച യുവാവിന് ഇന്നലെയാണ് നിപ്പ സ്ഥിരീകരിച്ചത്. പൂനെ വൈറോളജി ലാബിലെ ഫലമാണ് പോസിറ്റീവായത്. മലപ്പുറം ജില്ലയിൽ 175 പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതിൽ 74 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 126 പേർ പ്രൈമറി കോൺടാക്ട് പട്ടികയിലും 49 പേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിലുമാണ്. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള 104 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. സമ്പർക്ക പട്ടികയിലുള്ള 10 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിൽ 13 പേരുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം ലഭ്യമാകാനുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറം സർക്കാർ അതിഥി മന്ദിര കോമ്പൗണ്ടിൽ കൺട്രോൾ സെൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 0483273010 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 0483273060 എന്നീ നമ്പറുകളിലോ നിപ കൺട്രോൾ സെല്ലുമായി ബന്ധപ്പെടാം. രോഗം ബാധിച്ച് മരിച്ച 24-കാരൻ്റെ യാത്രാ വിവരങ്ങളും സമയവും അടങ്ങിയ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. മരിച്ച വ്യക്തിയുടെ വീടിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ 66 ടീമുകളായി ഫീൽഡ് സർവേ ആരംഭിച്ചിട്ടുണ്ട്. മമ്പാട് പഞ്ചായത്തിലെ 590 വീടുകളിലും വണ്ടൂരിലെ 447 വീടുകളിലും തിരുവാലിയിലെ 891 വീടുകളിലും അടക്കം ആകെ 1928 വീടുകളിൽ സർവേ നടത്തി. മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ 10, വണ്ടൂരിൽ 10, തിരുവാലിയിൽ 29, ആകെ 49 പനിക്കേസുകൾ സർവേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ മമ്പാട് കണ്ടെത്തിയ ഒരു പനിക്കേസ് മാത്രമാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ ട്യൂഷൻ സെന്ററുകളും അംഗനവാടികളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണിൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പോലീസിന് യോഗത്തിൽ നിർദ്ദേശം നൽകി. സെപ്റ്റംബർ 4-നാണ് യുവാവിന് രോഗലക്ഷണങ്ങൾ ആരംഭിച്ചത്. 4-നും 5-നും യുവാവ് വീട്ടിൽ തന്നെയായിരുന്നു. 6-ാം തീയതി രാവിലെ 11:30 മുതൽ 12 വരെ ഫാസിൽ ക്ലിനിക്കിലുണ്ടായിരുന്നു. അന്നേ ദിവസം വൈകിട്ട് 7:30 മുതൽ 7:45 വരെ ബാബു പാരമ്പര്യ വൈദ്യശാലയിലും അന്ന് രാത്രി 8:18 മുതൽ 10:30 വരെ JMC ക്ലിനിക്കിലും ചെലവഴിച്ചു. 7-ാം തീയതി രാവിലെ 9:20 മുതൽ 9:30 വരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഓട്ടോയിലായിരുന്നു ഈ യാത്ര. അന്ന് രാത്രി 7:25 മുതൽ 8:24 വരെ NIMS എമർജൻസി വിഭാഗത്തിൽ. അന്ന് രാത്രി 8:25 ICUവിലേക്ക് മാറ്റി. 8-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി വരെ അവിടെ ചികിത്സയിൽ. 8-ന് ഉച്ചയ്ക്ക് 1:25 MES ആശുപത്രിയിലേക്ക് മാറ്റി. 2:06 മുതൽ 3:55 വരെ MES അത്യാഹിത വിഭാഗത്തിൽ. 3:59 മുതൽ 5:25 വരെ MRI മുറിയിൽ. 5:35 മുതൽ 6 വരെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ തുടരുന്നു. പിന്നീട് 6:10 MIC യൂണിറ്റ് 9ലേക്ക് മാറ്റുന്നു. 9-ാം തീയതി പുലർച്ചെ 12:50 വരെ ഇവിടെ ചികിത്സയിൽ. 9-ന് പുലർച്ചെ 1-ന് MIUC യൂണിറ്റ് 2ലേക്ക് മാറ്റുന്നു. പുലർച്ചെ 8:46 വരെ ഇവിടെ ചികിത്സയിൽ. യുവാവുമായി ബന്ധപ്പെട്ടവരുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് ഞായറാഴ്ച പുറത്തുവിട്ടിരുന്നു. 24-കാരൻ്റെ മരണം നിപ്പ ബാധിച്ചാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകൾ, മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡ് എന്നിവ കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ VR വിനോദ് പ്രഖ്യാപിച്ചു.